ECG കാണുമ്പോൾ സാധാരണയായി നമ്മൾ നോക്കാറുള്ളത് ഹാർട്ട് റേറ്റ്, റിതം, വെസ്റ്റ് എലിവേഷൻ ഉണ്ടോ, വെസ്റ്റ് ഡിപ്രഷൻ ആണോ, ഇതൊക്കെയല്ലേ. പക്ഷേ ECGയിലെ ചില ചേഞ്ചസുകൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിൻ്റെ സൂചനയും ആകാം. ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇലക്ട്രോലൈറ്റായ പൊട്ടാസ്യം നോക്കാം. പൊട്ടാസ്യം കൂടിയാൽ എന്താ നമ്മൾ പറയുക? ഹൈപ്പർ കലീമിയ. പൊട്ടാസ്യം കുറഞ്ഞാൽ ഹൈപ്പോ കലീമിയ അല്ലേ. ആദ്യം നമുക്ക് ഹൈപ്പർ കലീമിയ എന്താണെന്ന് നോക്കാം. ബ്ലഡിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മുടെ ECGയിൽ ആദ്യം കാണുന്ന ക്ലാസിക്കലായിട്ടുള്ള ചേഞ്ചസ് ആണ് ടോൾ പീക്ക്ഡ് T വേവ്സ്. നാരോ ഷാർപ്പ്ഡ് ടെൻഡ് ഷേപ്പ് T വേവ്സ് ആയിട്ട് കാണാം. എക്സാമിനൊക്കെ പീക്ക്ഡ് T വേവ്സ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പർ കലീമിയ ആയിട്ട് തിങ്ക് ചെയ്യും. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം, ഹൈപ്പർ കലീമിയ കൂടുന്തോറും ECG ചേഞ്ചസ് പ്രോഗ്രസീവ്ലി സിവിയർ ആകും. ഫസ്റ്റ് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോൾ പീക്ക്ഡ് T വേവ്സ് ആണ്. പിന്നുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ PR ഇൻ്റർവെൽ പ്രൊലോങ്ങേഷൻ ആണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ബ്ലഡിൽ പൊട്ടാസ്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഏട്രിയൽ കണ്ടക്ഷൻ സ്ലോ ആകും. അങ്ങനെയാണ് PR ഇൻ്റർവെൽ പ്രൊലോങ് ആകുന്നത്. പിന്നീട് ഇത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ P വേവ് ബിക്കം സ്മോൾ അല്ലെങ്കിൽ ഡിസപ്പിയർ ആകും. നെക്സ്റ്റ് QRS കോംപ്ലക്സ് വൈഡ് ആകും. പൊട്ടാസ്യം വളരെ സിവിയറായിട്ട് ഇൻക്രീസ് ആകുവാണെങ്കിൽ കണ്ടക്ഷൻ സിസ്റ്റവും സിവിയറായിട്ട് ഡിപ്രസ്ഡ് ആകും. ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ QRS കോംപ്ലക്സും T വേവും കൂടി മെർജ് ആകും. ഇതെന്ന് പറയുന്നത് ക്ലാസിക് സിൻ വേവ് പാറ്റേൺ ആണ്. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഇതിനൊക്കെ ശേഷം പേഷ്യൻറ്റിന് വെൻട്രിക്കൽ ഫിബ്രിലേഷനോ കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ അസിസ്റ്റോളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഹൈപ്പർ കലീമിയയുടെ ഈ ECG ചേഞ്ചസ് ഒരു വെറും ചേഞ്ചസ് ആയിട്ട് കളയരുത്. പേഷ്യൻറ്റിൻ്റെ പൊട്ടാസ്യം ലെവൽ, റീനൽ ഫങ്ഷൻ, മെഡിക്കേഷൻസ്, ക്ലിനിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അസസ് ചെയ്യണം. ഇനി നമുക്ക് ഹൈപ്പോ കലീമിയ നോക്കാം. ഹൈപ്പോ കലീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം കുറയുന്നതാണല്ലോ. ഇതിനകത്ത് വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ T വേവ് ഫ്ലാറ്റനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേർഷൻ ആയിരിക്കും. T വേവ് ഇൻവേർഷൻ. അതിൻ്റെ കൂടെ വരുന്ന ചേഞ്ചസ് ആണ് ST ഡിപ്രഷൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചേഞ്ചസ് എന്നാണ് പറയുന്നത് അത് പ്രോമിനൻ്റ് U വേവ് ആണ്. ഇതാണ് ഈ ഹൈപ്പോ കലീമിയയുടെ ക്ലാസിക്കൽ ചേഞ്ച്. ഈ U വേവ് എവിടെ കാണുന്നത് അറിയോ? T വേവിന് ശേഷം ഒരു എക്സ്ട്രാ വേവ് പോലെയാണ് ഈ U വേവ് കാണുന്നത്. ഇതുപോലെ പൊട്ടാസ്യം കുറയുമ്പോൾ QT QU ഇൻ്റർവെൽ പ്രൊലോങ്ങേഷൻ ഉണ്ടാകും. അതുകൊണ്ട് വെൻട്രിക്കുലർ അരിത്മിയയുടെ റിസ്ക്കും കൂടാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ ചേഞ്ചസ് നോക്കാം.